തനിമയിലഭിമാനിച്ചിടാം. പോരുമോ നാമെല്ലാം തനിമയിലഭിമാനിച്ചിടാം. പോരുമോ നാമെല്ലാം തനിമയിലഭിമാനിച്ചിടാം. പോരുമോ നാമെല്ലാം. കാരുണ്യവാനായ കർത്താവേ ഈശോ മിശിഹായേ, അങ്ങ് ആരാണ് എന്ന് അരുമശിഷ്യന്മാർക്ക് മുമ്പിലിട്ട ചോദ്യത്തിന് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന വെളിപ്പെടുത്തൽ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആണിക്കല്ലായി കണ്ട് അതുപോലെ മറുപടി ചോദ്യവും മനുഷ്യനോട് ചോദിച്ച് എന്താ നിൻ്റെ പേര് എന്ന് നിന്നിൽ ഞങ്ങളുടെ ജന്മത്തിൻ്റെ അസ്തിത്വം കണ്ടെത്തുന്ന, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൻ്റെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം സ്വമുഖം നഷ്ടപ്പെട്ട അവസ്ഥയാണ്. ഐഡൻറ്റിറ്റി ക്രൈസിസ്. ആൻഡ് വി ടു ഫേസ് ദ സെയിം. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നാരായ വേര് തേടി ഞങ്ങൾ നടത്തുന്ന ഈ യാത്രയിൽ നീയാകുന്ന സംസ്കൃതിയിൽ വന്നു നിൽക്കുവാൻ നിൻ്റെ ആത്മാവിനെ ഞങ്ങളുടെ മേലയച്ച് ഞങ്ങളുടെ ബുദ്ധിയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയുടെ നിറവ് ഞങ്ങളുടെ കൂട്ടായ്മയിൽ നിലകൊള്ളുകയും അവിടുന്ന് ഞങ്ങൾക്ക് ചൊരിഞ്ഞു തന്ന സന്തോഷവും സമാധാനവും നിത്യമായി നിലനിൽക്കുവാൻ ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ ആഴപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ മേരി മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ കർമ്മങ്ങളും, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ ചിന്തയുടെ മണിക്കൂറും അതിൻ്റെ നന്മയ്ക്കും വിജയത്തിനുമായി അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ചിരകാലവാഞ്ചിതം തവ ദർശനം മമ അമലാനന്ദ നടനം ലാവണസാഗരമേ പാവനം ലാവണസാഗരമേ പാവനം തിരുനാമ കീർത്തന ലയനം ലയനം യേശുലയനം ലയനം യേശുലയനം ലയനം യേശുലയനം. സഖറിയായുടെ പുസ്തകത്തിൽ നിന്നും 8-ാമത്തെ അധ്യായത്തിലെ 13-ാമത്തെ വാക്ക് നമുക്കൊന്ന് കാതോർക്കാം. യൂദാ ഭവനമേ, ഇസ്രായേൽ ഭവനമേ, നിങ്ങൾ ജനതകളുടെ ഇടയിൽ ശാപമായിരുന്നതുപോലെ ഞാൻ നിങ്ങളെ രക്ഷിച്ച് അനുഗ്രഹമാക്കും. ഈശോയിൽ എൻ്റെ പ്രിയപ്പെട്ട അച്ഛനമ്മേ, അഭിമാനബോധത്തോടും സന്തോഷത്തോടും കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. ദൈവം തൻ്റെ കൃപയാൽ അനുവദിച്ചു തന്ന അവൻ്റെ പരിപാലനയിൽ ഒന്ന് ചേർത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ പിന്നിലെ സംഘാടകരുടെ ക്ഷണിക്കാനുള്ള മനസ്സിന് മുമ്പിലും കൃതാർത്ഥനായിക്കൊണ്ട് ഒക്കെ ഇതിനും കാരണക്കാരനായ എൻ്റെ കൂട്ടുകാരൻ സ്റ്റെനിയെയും നന്ദിയോടെ ഓർത്ത് നമ്മൾ തുടങ്ങി വച്ചിരിക്കുന്ന ഈ കൺവെൻഷൻ്റെ നമ്മുടെ അസ്തിത്വത്തെക്കുറിച്ചുള്ള ചിന്തകളിലേക്ക് ഉണർത്തുന്ന
സമയത്തിലേക്ക് ക്ഷണിക്കുന്നു നിങ്ങൾ ഓരോരുത്തരെയും. നമ്മളായിരിക്കുന്ന ഈ സമയം അത്രയും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആദ്യത്തേതൊരു അപേക്ഷയാണ്, മറ്റൊന്നുമല്ല. ഐ ഡോണ്ട് വാണ്ട് യുവർ ഹാർട്ട്, ബട്ട് ഐ വാണ്ട് യുവർ ബ്രെയിൻ. പര്യവസാനിക്കും വരെ എനിക്ക് വേണ്ടത് നിങ്ങളുടെ ആരുടെയും ഹൃദയമല്ല, തലച്ചോറാണ്. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, ഞാൻ കത്തോലിക്ക സഭയുടെ വൈദികനാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വാക്കുകൾ ഞാൻ ഉദ്ദേശിക്കുന്ന തലത്തിൽ മാത്രം മനസ്സിലാക്കേണ്ടതുകൊണ്ട് ഒരാമുഖമായി ഞാൻ പറയുന്നു, ഞാൻ വർഗീയനല്ല, പക്ഷെ എനിക്ക് വർഗബോധമുണ്ട്. ഞാൻ വർഗീയനല്ല, പക്ഷെ എനിക്ക് വർഗബോധമുണ്ട്. വർഗബോധത്തിൻ്റെതാണ് എൻ്റെ വാക്കുകൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട്, നിക്ഷിപ്തമായിരിക്കുന്ന ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്ന സബ്ജക്റ്റ് സുപരിചിതമാണ്. ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. ക്നാനായ സമുദായം വിശുദ്ധ കുർബാന കേന്ദ്രീകൃത സമുദായമാണ്. അത് വിശുദ്ധ ബൈബിളിൻ്റെ ചരിത്രത്തിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുക എന്നതാണ് നാം തെരഞ്ഞെടുത്തിരിക്കുന്ന വഴി. നമുക്കറിയാം, പറഞ്ഞു കേട്ട പാരമ്പര്യമനുസരിച്ച് AD 345 കേരളത്തിൻ്റെ മണ്ണിൽ കാലുകുത്തിയ ഒരു വംശമാണ്. എന്നാൽ ഇന്ന് അതിൻ്റെ തന്നെ തലപ്പത്തിരുന്ന് ഈ തോണിയെ നയിക്കുന്ന സഭയുടെ പിതാവിൻ്റെ മുമ്പിൽ നിങ്ങൾ ഇറക്കി വെച്ച വേദന അതിവിടെ മാത്രമല്ല, ആഗോളതലത്തിൽ എവിടെയെല്ലാം തൻ്റെ സ്വസമുദായത്തെ സ്നേഹിക്കുന്ന ഏതൊരു ക്നാനായക്കാരൻ്റെയും നെഞ്ചിൻ്റെ നെടുവീർപ്പായിരുന്നു ഇവിടെയും ഇന്നലെ അലയടിച്ചത് എന്നെനിക്കറിയാം. നമ്മളായിരിക്കുന്ന നമ്മുടെ ഐഡൻറ്റിറ്റി, അത് ഓരോ വ്യക്തിയെയും സംബന്ധിച്ചും എൻ്റെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ്, എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ, ഞാനെന്ന വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഞാനൊരു ക്നാനായക്കാരനാണ് എന്നത്. ആ ഐഡൻറ്റിറ്റിയുടെ അസ്ഥിവാരം ഇളകിത്തുടങ്ങുന്ന കാലം രണ്ടിടത്തും ഇളകിയിട്ടുണ്ട്. ഒന്ന്, ഈ സഭാ സമുദായത്തിന് പുറത്തുനിന്നും. രണ്ട്, അന്തഛിദ്രമായി, അതായത് അതിൻ്റെ ഉള്ളിൽ തന്നെയും അതിൻ്റെ അടിത്തറ ഇളകുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ ഇന്ന് വന്നു നിൽക്കുന്നത്. ഇവിടാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ക്നാനായ സഭാ സമൂഹം അതൊരിക്കലും നശിക്കില്ല, ആർക്കും നശിപ്പിക്കാനാവില്ല. ആൻഡ് ദിസ് ഈസ് വാട്ട് ഐ വാണ്ട് ടു കമ്മ്യൂണിക്കേറ്റ്. അത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഒരു വൈദികന്റെ വാക്കിലെ ഭക്തിയുടെ തലത്തിലല്ല, മറിച്ച് ചരിത്രത്തിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അതിൻ്റെ പിൻബലമായി തിരഞ്ഞെടുത്തിരിക്കുന്നതും ബൈബിളിലെ വാക്കുകൾ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഐ ഡോണ്ട് വാണ്ട് യുവർ ഹാർട്ട്, ബട്ട് ഐ വാണ്ട് യുവർ ബ്രെയിൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, 911 ശേഷമാണ് നമുക്കൊരു വ്യവസ്ഥാപിത രൂപതയും നമ്മളെ നയിക്കാൻ അച്ഛന്മാരും സന്യസ്തരും മെത്രാന്മാരൊക്കെ ഉണ്ടായത്, അല്ലേ? എന്നാൽ 345 ഇവിടെ വന്ന അന്നു മുതൽ ഈ 911 രൂപത സംജാതമാകാൻ കാരണമായതുവരെയും നമ്മളെ കൊണ്ടു നടക്കാൻ ഏത് അച്ഛനാ ഉണ്ടായിരുന്നത്? ഏത് മെത്രാനാ ഉണ്ടായിരുന്നത്? ഏത് സന്യാസിയെ ഉണ്ടായിരുന്നത്? സന്യാസിനിയാണ് ഉണ്ടായിരുന്നത്? എന്തുകൊണ്ട് ആ കാലഘട്ടത്തിൽ ഇതൊന്നായി നിന്നു എന്ന ചോദ്യത്തിന് ഒരൊറ്റ മറുപടിയേ ഉള്ളൂ. അതാണ് നാം കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിന് പിന്നിൽ നമ്മളെ ഒന്നിച്ച് നിർത്തിയ സനാതന സത്യം എന്താണ് എന്നൊരവബോധം ഉണർത്തപ്പെട്ടാൽ വരാനിരിക്കുന്ന കാലത്തും ഇത് നശിക്കപ്പെടാതിരിക്കും എന്നത് ബോധ്യപ്പെടുത്തുക ഒരു വൈദികൻ എന്നതിലൂടെയും എൻ്റെ ധർമ്മമായി കണ്ടുകൊണ്ട് ചരിത്രത്തിലേക്ക് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത്. നമ്മളൊക്കെയും കേട്ടിരിക്കുന്ന നമ്മുടെ ചരിത്രം വെറും 345 മുതലാണ്, അല്ലേ? ബട്ട് നമുക്കതിന് പിന്നിലൊരു ചരിത്രമുണ്ട്. അറിയോ നിങ്ങൾക്ക്? 345 പിന്നിലും നമുക്കൊരു ചരിത്രമുണ്ട്. നമ്മൾ 345 ഇവിടെ വരുന്നതിന് മുമ്പും ഇതേ ശൈലിയിൽ ജീവിച്ചിരുന്ന സഭയുടെ ആദ്യ സമൂഹമായിരുന്നുവെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
സോ ലെറ്റ്സ് കം ബാക്ക്. ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇടുന്നത് ഒരു ചോദ്യമാണ്. യഹൂദന്മാരിലേക്ക് ഒരു ശ്രദ്ധ. അറിവും വായനയും പഠിപ്പുള്ളവരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഇടുന്ന ചോദ്യം ഇത്: ലോക ചരിത്രത്തിൽ ഇത്രമാത്രം പീഡിപ്പിക്കപ്പെട്ട ഒരു വർഗം യഹൂദനെ പോലെ ഇല്ല. പീഡിപ്പിക്കുക എന്ന് പറയുമ്പോൾ പുതിയ തലമുറയിലെ പിള്ളേർ തെറ്റിദ്ധരിക്കരുത്. ഇപ്പോഴത്തെ പീഡനമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അന്ത പഴയ പീഡനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലോക ചരിത്രത്തിൽ ഇത്രയും പീഡിപ്പിക്കപ്പെട്ട ഒരു വർഗം യഹൂദനെ പോലെയില്ല. ഇന്നും അവൻ പീഡനത്തിന് വിധേയനാണ്. പക്ഷെ എൻ്റെ ചോദ്യം, എന്തുകൊണ്ട് അവൻ നശിച്ചു തീർന്നില്ല? സോ ലെറ്റ്സ് കം ബാക്ക് ടു ദ ഹിസ്റ്ററി അഗൈൻ. നിങ്ങളൊന്ന് ഓർക്കണം, നമ്മൾ പാഠപുസ്തകങ്ങളിൽ പഠിച്ചിട്ടുണ്ട്, ചരിത്രം പഠിച്ചപ്പോൾ ലോകത്തിലെ നാഗരികതയുടെ പരിഷ്കാരങ്ങളുടെയും പരിണാമത്തെക്കുറിച്ച്. ലോക ചരിത്രത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സിന്ധു നദീതട, ഹാരപ്പ, അജന്ത, എല്ലോറ സംസ്കാരങ്ങൾ ഇന്ത്യയിൽ ജന്മം കൊണ്ടത് അല്ലേ? അതുപോലെ തന്നെ ഈ പാശ്ചാത്യ നാടിൻ്റെ പശ്ചാത്തലത്തിലേക്ക് വരുമ്പോഴും കിഴക്കൻ സംസ്കാരത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഈജിപ്ഷ്യൻ, മെസപ്പൊട്ടോമിയൻ, അസീറിയൻ, ബാബിലോണിയൻ, ഹെലനിസം, പേർഷ്യൻ സംസ്കാരം, റോമൻ സംസ്കാരം, ഗ്രീക്ക് സംസ്കാരം. എൻ്റെ ചോദ്യം ഇതാണ്: ഈ സംസ്കാരങ്ങൾ ഏതെങ്കിലുമൊക്കെ ഇന്ന് നിലനിൽക്കുന്നുണ്ടോ? ഡസ് ഇറ്റ് സർവൈവ്? എന്താ ഇതിലേതെങ്കിലും നമ്മൾ പാഠപുസ്തകത്തിൽ പഠിച്ച ഏതെങ്കിലും ചരിത്രം, ഈ ചരിത്രത്തിലെ പരിഷ്കാരങ്ങൾ ഏതെങ്കിലും ഇന്ത്യയിലുണ്ടോ? ഹാരപ്പ, അജന്ത സംസ്കാരമൊക്കെ ഉണ്ടോ? ഇല്ല. ഈജിപ്ഷ്യൻ, മെസപ്പൊട്ടോമിയൻ സർവൈവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ പാഠപുസ്തകത്തിൽ പഠിച്ച ഒരു പരിഷ്കൃത സംസ്കാരങ്ങളും ഭൂമിയിലില്ല ഇന്ന്. അവിടാണ് നാം ചിന്തിച്ച് തുടങ്ങേണ്ടത്. എന്നാൽ അതേ കാലഘട്ടത്തിൽ അതേ മണ്ണിൽ ജനിച്ച മറ്റൊരു സംസ്കാരമുണ്ട്, യഹൂദ സംസ്കാരം. ഡസ് ഇറ്റ് സർവൈവ്? ഡെഫിനറ്റ്ലി. അപ്പോഴാ ചോദ്യം, എന്തുകൊണ്ട് യഹൂദ സംസ്കാരം അന്യം നിന്നു പോയില്ല? എന്തുകൊണ്ട് യഹൂദ സംസ്കാരം അന്യം നിന്നു പോയില്ല? ഓക്കെ, നമുക്കിവിടെ ചിന്തിച്ചു തുടങ്ങാം. യേശുവിൻ്റെ, അതുകൊണ്ട് ചോദ്യം അതല്ല, പർട്ടിക്കുലർലി യഹൂദ സംസ്കാരം എന്തുകൊണ്ട് നശിച്ചു പോയില്ല? ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനമായിരുന്നു ഇസ്രായേൽ. അങ്കിളിനോട് മറുചോദ്യം ഞാൻ ചോദിക്കട്ടെ, മറ്റുള്ളവരൊക്കെ ദൈവത്തിന്റെ ജനം അല്ലേ? 2, ദൈവം തിരിച്ചു വ്യത്യാസം കാണിക്കുകയല്ലേ? And what will be your answer for that? ആ പദ്ധതി എല്ലാവരെ കുറിച്ചുമില്ലേ? അനുസരിച്ചവർ. Then what do you think about the Catholics? മറ്റു റിലീജിയനും ഉണ്ട്. No. സർവ മനുഷ്യരും രക്ഷപ്പെടാനുള്ള വഴി യഹൂദനിലൂടെ സംജാതമായി എന്ന് മാത്രം. അപ്പോഴും ജനറലി ഞാൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് യഹൂദൻ നശിച്ചില്ല? നമുക്ക് യുക്തിയിൽ ചിന്തിക്കാം. അബ്രാഹം എന്ന മനുഷ്യനിൽ സംജാതമാക്കപ്പെട്ട ഏകദൈവ വിശ്വാസത്തിൻ്റെ ചരിത്രം, അതിന് ഘടനയുണ്ടാക്കിയത് അതിബുദ്ധിമാനായ മോശ എന്ന മനുഷ്യനിലൂടെയാണ്. മനസാക്ഷിയുടെ പ്രപഞ്ച നിയമങ്ങൾ കോറിയിട്ട് ഒരു ദൈവത്തിൻ്റെ വിശ്വാസത്തിൻ്റെ കുടക്കീഴിൽ കൊണ്ടു നടക്കപ്പെട്ട ഈ ജനം രൂപപ്പെടുത്തപ്പെടുന്നത് തന്നെ അവർ ഈജിപ്തിൽ അടിമകളായിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അവരുടെ ചരിത്രം തുടങ്ങുമ്പോൾ തന്നെ അവരാദ്യമേ അടിമകളായിരുന്നു. അവരെ തകർക്കാൻ ആൺകുഞ്ഞുങ്ങളെ ഫറവോ ഓർഡറിട്ട് കൊന്നുകളഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടു വന്നവനാണ് മോശ. ഇനി അന്ന് ഈജിപ്തുകാരുടെ കീഴിൽ കിടന്ന ജനം പിന്നീട് രക്ഷപ്പെട്ടു മോശയിലൂടെ തങ്ങളുടെ നാട്ടിലെത്തിക്കഴിഞ്ഞ് ഈ യുദ്ധത്തിൻ്റെ കാലഘട്ടം കടന്നു പോകുമ്പോൾ അസീറിയക്കാർ അവരെ അടിച്ചുകൊണ്ടു പോകുന്നുണ്ട്, ബാബിലോണിയക്കാർ യഹൂദന്മാരെ അടിച്ചുകൊണ്ടു പോകുന്നുണ്ട്. അങ്ങനെ അവൻ്റെ ചരിത്രത്തിൽ എന്നും പീഡിപ്പിക്കപ്പെട്ടിട്ട് ക്രിസ്തുവിൻ്റെ കാലത്ത് വരുമ്പോൾ അവർ റോമൻ ആധിപത്യത്തിലായിരുന്നു യഹൂദൻ. പിന്നീട്
AD 72 ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് ചിതറിക്കപ്പെട്ടപ്പോൾ ഇവിടെ ഒരു ജനറൽ നോളജ്, അന്നാണ് യഹൂദൻ ഇന്ത്യയിലേക്കും വന്നത് എന്നൊരു ധാരണയുണ്ടാ? ലോകത്തിലേക്ക് ചിതറിക്കപ്പെട്ട യഹൂദൻ, തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ. 72 അതിനു മുമ്പുണ്ട്, നമുക്കതൊരു പഠിക്കേണ്ട കാര്യമായതുകൊണ്ട് തൽക്കാലം അവിടെ നിൽക്കട്ടെ. എനിവേ, ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് ചിതറിക്കപ്പെട്ടു യഹൂദൻ. പിന്നീട് സാക്ഷാൽ ഹിറ്റ്ലർ പുറകെ നടന്ന് എഴുതി വച്ചിരിക്കുന്ന അറ്റൻഡൻസ് എടുത്ത് 60 ലക്ഷത്തോളം കൊന്നുകളഞ്ഞിട്ടുണ്ട്. കണക്കില്ലാത്തത് അതിനും പുറത്ത്. 1948 ഓർക്കണം, 72 ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് ചിതറിക്കപ്പെട്ട യഹൂദന്റെ പ്രവാസകാലം കഴിഞ്ഞ് 1948 ഇന്ന് കാണുന്ന കുഞ്ഞിസ്രായേൽ എന്ന രാജ്യ സംസ്ഥാപനത്തിലൂടെ ഒന്ന് ചേർക്കപ്പെട്ടു ഈ ജനം. പക്ഷേ അവന് മനസമാധാനം ഉണ്ടായിട്ടില്ല. എന്നും പാലസ്തീനെയും ഈ പറഞ്ഞ യഹൂദനും തങ്ങളിൽ അടിയും പടയുമാണ്. ഇപ്പോഴും അവന് സമാധാനമില്ല. ഇനി ഈ പറഞ്ഞ യഹൂദൻ, നിങ്ങളൊന്ന് ഓർക്കണം, അവൻ കടന്നു വന്ന വഴിയിൽ ഇന്നും യുദ്ധത്തിലാണ്. പക്ഷെ എന്തേ അവനെ ആർക്കും തീർക്കാൻ പറ്റാത്തത്? ഈ പറഞ്ഞ അടിമത്തം എല്ലാം കടന്നു വന്നിട്ട്. അതുകൊണ്ടാണ് ചരിത്രം നിങ്ങൾ നോക്ക്. ഇനി നിങ്ങൾക്കറിയൂ, അമേരിക്കയുടെ അഭിമാന സ്തംഭങ്ങളെന്ന് വിശേഷിപ്പിക്കപ്പെട്ട വേൾഡ് ട്രേഡ് സെന്റേഴ്സ് രണ്ടും അടിച്ചു കളഞ്ഞത് സാക്ഷാൽ ബിൻ ലാദന്റെ പിള്ളേരാണ്. പക്ഷേ അതിൻ്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയതാരാണെന്നറിയൂ? 22 വയസ്സുള്ള ഒരു യഹൂദ പയ്യനായിരുന്നു. അവൻ അമേരിക്കയിലുമായിരുന്നു. അതുകൊണ്ടല്ലേ അവരുടെ ഭരണചക്രത്തിൽ അതിനേറ്റവും സ്ഥാനം വഹിക്കുന്ന സാമ്പത്തിക വ്യവസ്ഥിതി നിലകൊള്ളുന്ന ഈ ട്രേഡ് സെന്ററിൽ ഒരു യഹൂദൻ മരിച്ചതായിട്ട് റിപ്പോർട്ടില്ല. ഉണ്ടോ? അപ്പോൾ അവൻ അറിഞ്ഞിരുന്നുവല്ലേ? തീർന്നില്ല. അതിൻ്റെ കുബുദ്ധി വരച്ചതൊരു യഹൂദ ബുദ്ധിമാനായ പയ്യനാണ്. അവനെ പൊക്കി എവിടെ നിന്ന് പോട്ടെ. ഈ ഇസ്രായേലിൻ്റെ നാടുകളിലേക്ക് യാത്ര നടത്തുന്ന നിങ്ങൾ കണ്ണു തുറന്നൊന്ന് കണ്ടാൽ മതി. തെർമോക്കോളയിൽ വാഴ കൃഷി ചെയ്യുന്ന ഒരു രാജ്യമുണ്ടെങ്കിൽ അത് ഇസ്രായേലാണ്. ആളാം പ്രതി ഒരു യഹൂദനെ 3 മുസൽമാൻ ചേർന്ന് കൊല്ലാവുന്നിടത്തോളം ആളെ ഉള്ളൂ ഇസ്രായേൽ, ചുറ്റുവട്ടത്ത് കിടക്കുന്നവരുടെ കാര്യം. എന്നിട്ടും അവർക്ക് ഭയമാണ്. എന്താ കാരണം? ഈ വേൾഡ് ട്രേഡ് സെന്റർ അടിച്ചു കളഞ്ഞിട്ട് അമേരിക്ക എന്തേ യഹൂദനെതിരെ യുദ്ധം ചെയ്യാത്തേ? ലോകരാജ്യങ്ങൾ എല്ലാവരും ഒന്നു ചേർന്ന് സിറിയയുടെ സമാധാന കപ്പലിനെ ഇസ്രായേൽ അടിച്ചു കളഞ്ഞപ്പോഴും എന്തേ ഒപ്പൊക്കെയിട്ടു ആരും പ്രതികരിക്കാത്ത? ഇന്ത്യ പോലും പയ്യെ അങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ അങ്ങനെ പറഞ്ഞു. എന്നാ കാരണം? ഇന്ത്യയുടെ കയ്യിലിരിക്കുന്ന യുദ്ധോപകരണങ്ങൾ അതെവിടെ നിന്നാണ് വാങ്ങുന്നത്? ഇസ്രായേലിൽ നിന്ന്. ഇന്ത്യക്കൊരു വ്യവസ്ഥയുണ്ട്. നമുക്ക് വേണ്ടി യുദ്ധസാമഗ്രികൾ ഉണ്ടാക്കി തരുന്നത് ആരാണ്? ആ ഉടമ്പടി ഏറ്റെടുക്കുന്നവർ അതേ ഉപകരണം മറ്റൊരു രാജ്യത്തിനും വിൽക്കാൻ പാടില്ല. അതേ സംവിധാനം മറ്റൊരാൾക്ക് കൈമാറാനും പാടില്ല. ആ വ്യവസ്ഥ പാലിക്കുന്ന ഒരു രാജ്യമുള്ളൂ, ഇസ്രായേൽ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ്റെ കയ്യിൽ അതിനേക്കാൾ ഖനവെള്ളം മറ്റെന്തോ ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ ലോകം മുഴുവൻ ഈ കുഞ്ഞു രാജ്യത്തെ പേടിക്കുന്നത്? അമേരിക്കയുടെ സമ്പത്തിൻ്റെ താക്കോലിരിക്കുന്നത് യഹൂദന്റെ കയ്യിലാണ്. അവൻ്റെ കയ്യിലിരിക്കുന്ന യുദ്ധോപകരണങ്ങൾ അതെന്താണെന്നുള്ളത് ഭാവന മാത്രമാണ് മറ്റുള്ളവർക്ക്. അതാണ് അവൻ്റെ ബുദ്ധി. ഇവിടെയാണ് ഞങ്ങളുടെ കൺമുമ്പിലാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ആർക്കും അവനെ നശിപ്പിക്കാൻ പറ്റുന്നത്?